ഈ കാര്യങ്ങൾ നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്താ പ്രസിഡന്റ്. പ്രഭ എന്റെ ഭാര്യ എന്ന പോലെ ഒരു സ്വതന്ത്ര വ്യക്തി കൂടിയാ. അവർക്ക് അവരുടെ ഇഷ്ടങ്ങളുണ്ട്. അതിൽ ഉറച്ചു നിന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന പാർട്ടി കൂടെയല്ലേ നമ്മളത്. അതിനേക്കാളൊക്കെ അസ്വസ്ഥനാ ഞാൻ. ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പാർട്ടിക്കറിയോ. കൂടെ നിന്നില്ലെങ്കിലും കുറ്റപ്പെടുത്തരുത്. പ്രസിഡന്റെങ്കിലും ഒന്നും മനസ്സിലാക്കന്നെ. ആരാച്ചാ? പ്രസിഡന്റ് ആണോ? ആ അതെ. ഞാനൊന്ന് സംസാരിക്കട്ടെ? ആ വേണ്ട. ഇങ്ങ് തന്നേച്ചാ. ഞാൻ ദേവികയാണ് സർ. അങ്ങനെയല്ല. അച്ഛൻ വിചാരിച്ച എന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ പറ്റും. കാരണം അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയത്. പക്ഷേ അമ്മയുടെ കാര്യം അച്ഛന്റെ കയ്യിലല്ല. ഞങ്ങൾക്കാർക്കും അതിൽ പങ്കുമില്ല. അച്ഛൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് എനിക്കറിയാം. മറ്റാരെങ്കിലും ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എന്നെ വീണു പോയേനെ. തെരഞ്ഞെടുപ്പില് പ്രസംഗത്തിനും പ്രചരണത്തിനും മുന്നിൽ നിൽക്കേണ്ട ആളാ അച്ഛൻ. തളർത്തരുത്. ഈ മത്സരത്തിൽ VDF സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് പ്രസിഡന്റിന്റെ മാത്രം ഉത്തരവാദിത്വം അല്ല, എന്റെയും കൂടിയാ. സർ ഒട്ടും പേടിക്കണ്ട, നമ്മൾ ജയിക്കും. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മോളാ ഞാൻ. ഇവിടെ നമ്മളെ ജയിക്കും. അച്ഛനൊട്ടും ടെൻഷൻ ആവണ്ട, ഞാൻ കൂടെ ഉണ്ടച്ചാ. അമ്മയുടെ കാര്യം മറന്നേക്ക്. ഞാൻ നേരത്തെ പിന്മാറുന്ന കാര്യം പറഞ്ഞതിൽ മാപ്പ് തരണം. ഞാൻ മത്സരിക്കും, ജയിക്കും. പ്രഭ നോമിനേഷൻ കൊടുത്തത് പാർട്ടിയിൽ സംസാരമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചെങ്കിൽ പ്രഭയെ പിന്മാറ്റാമായിരുന്നു. അച്ഛൻ ആവശ്യമില്ലാതെ ടെൻഷൻ ആവണ്ട. ഏത് പ്രസിഡന്റ് ആണെങ്കിലും ശരി, മനഃപൂർവ്വം കുറ്റപ്പെടുത്തുകയാണെങ്കിൽ പോയി പണി നോക്കാൻ പറയണം. അതെ അച്ഛാ, ദേവി പറയുന്നില്ല കാര്യം. മോളെ, നിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. ദേഷ്യം കൊണ്ടല്ല കേട്ടോ. മോള് മത്സരിച്ചില്ലെങ്കിലും നീ എന്റെ മോളല്ലാതാകുന്നില്ലല്ലോ. അതെ, അമ്മ മത്സരിച്ചാലും അച്ഛന്റെ പ്രഭയാവാതിരിക്കില്ലല്ലോ. അപ്പോ ഭാര്യയും ഈ മകളും മത്സരിക്കട്ടെ, എന്താ? തെരഞ്ഞെടുപ്പൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. അമ്മയെ കാണാതായതിലും അച്ഛൻ കുറെ പഴി കേട്ടല്ലോ. ഇനിയും ഓരോ പ്രശ്നത്തിലും അച്ഛന്റെ പേര് വലിച്ചഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയൊരു സംഭവമാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് പ്രഭാവതിയുടെ ഭാഗത്തു നിന്ന് പിന്നെ വിശദീകരണമൊന്നും ഉണ്ടായില്ല. നേരത്തെ കൂടെ മറ്റുള്ളവരുണ്ടായതുകൊണ്ടാണ് ഞാനത് വിട്ടത്. എന്ത് കാര്യമാണ് സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് പ്രഭയെ കാണാനില്ലാതായി. പലവിധ അഭ്യൂഹങ്ങളും പരന്നു. തിരിച്ചു വന്നതിന് ശേഷവും പ്രഭാവതി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? സത്യം പറയൂ. സിദ്ധാർത്ഥൻ മാറ്റി നിർത്തിയതല്ലേ? അയ്യോ അല്ല സർ. ആണ്. പ്രഭാവതി സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ നോക്കണ്ട. അല്ല അല്ലല്ല. വാസ്തവത്തിൽ ആ സംഭവത്തോടെയാണ് പാർട്ടിക്കാർക്ക് ഒരു സംശയങ്ങൾ തുടങ്ങിയത്. ഒരു ഒത്തുകളി ഉണ്ടാവുമെന്ന്. സർ, എന്റെ തീരുമാനം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. എനിക്കിപ്പോ വലുത് പാർട്ടിയാ. പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാന്നുള്ളതാ എന്റെയും അഭിമാനം. ശരി, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ആ 2 ദിവസങ്ങളിൽ പ്രഭാവതി എവിടെയായിരുന്നു? എങ്ങോട്ടാ മാറിയുന്നത്? വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടായി. വിഷയം രാഷ്ട്രീയമല്ല.